Science. എന്നാലും അവനിത് എന്തു പറ്റി? ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി സ്കൂളിൽ ആബ്സെന്റ് ആണ്. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ? എന്ത് കുഴപ്പം? അല്ല, അവൻ അന്ന് അവസാന ദിവസം വന്നപ്പോ മറ്റു ക്ലാസ്സിലെ കുട്ടികളുമായി വഴക്കുണ്ടാക്കിയിരുന്നു. ഞാനത് അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ ഇതാരുടെ കാര്യമായി പറയുന്നത്? എടാ ഫെലിക്സ്, അവനെന്ത് പറ്റി? നീ ഇപ്പോൾ എത്ര ദിവസമായി അവനെ കണ്ടിട്ട്? ഏകദേശം ഒരു 8 ദിവസമായി കാണും. അതെന്താ നിനക്ക് മാത്രം 2 ദിവസം കൂടുതൽ? ഞങ്ങൾക്കെല്ലാവർക്കും ഒരാഴ്ചയേ ആയുള്ളല്ലോ. അത് ഞാൻ 2 ദിവസം ലീവ് അല്ലായിരുന്നു. എന്തായാലും കൊള്ളാം. അവൻ റെഗുലർ ആയിട്ട് ആബ്സെന്റ് ആണ്. അല്ല, അവന് ശരിക്കും എന്തായി പറ്റിയത്? എടാ, അത് ആർക്കും അറിയില്ലെന്നല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ശരിയാണല്ലോ. എന്താ ചായ ഒരു ക്ഷീണം പോലെ? അറിയില്ല തോമസേ, ചിലപ്പോ കാർ ഓടിച്ചു വന്നതിന്റെ ആവും. ശരിയാ, ആയിരിക്കും. എത്ര മോശമായ വഴിയാ ഇപ്പോ ഉള്ളത്. ആർക്കും വന്ന് നന്നാക്കണമെന്ന് പോലുമില്ല. എന്നാണാവോ ഇനി ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത്? വാഹനങ്ങളൊക്കെ കേടായി വഴി കിടക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി. വായനശാലയുടെ കെയർ ഓഫിൽ നമുക്കെന്തെങ്കിലും ചെയ്താലോ? അത് നല്ലൊരു ആശയമാച്ചായ. വായനശാലയുടെ കീഴിലാകുമ്പോ ഒരു നല്ല ലേബലും ആകും. ചെറിയൊരു ജാഥയും ഒപ്പുശേഖരണവും ഒക്കെ ആകുമ്പോ പരിപാടി ഒരു പക്ഷേ ക്ലിക്കായേക്കും. അങ്ങനെയാണേൽ കുട്ടികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പിക്കണം. അത് പ്രിൻസിനോടും കൂട്ടുകാരോടും കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അവർ ചിലപ്പോൾ ഗാർഡനിൽ കണ്ടേക്കും. ഞാൻ പോകുന്ന വഴി സൂചിപ്പിച്ചേക്കാം. എന്താ? ആയിക്കോട്ടെ ചായ. അപ്പൊ ഫെലിക്സ് ആബ്സെന്റ് ആണ്. നമുക്ക് എന്നാലും അവന്റെ വീട്ടിൽ ചെന്നൊന്ന് അന്വേഷിച്ചാലോ? ദേ, ഗ്രാൻഡ്പ വരുന്നു. ഹായ് ഗ്രാൻഡ്പ. എല്ലാവരും ഉണ്ടല്ലോ. ഗ്രാൻഡ്പ, ഇത്ര നേരത്തെ ഇതെവിടെ പോയിട്ട് വരികയാ? ഞാൻ വായനശാല വരെ ഒന്ന് പോയതാണ് മക്കളെ. തിരികെ വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. പിന്നെ മക്കളെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ ഗ്രാൻഡ്പ? നമ്മുടെ നാട്ടിലെ റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ വായനശാലയുടെ കീഴിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരു പ്ലാനുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്നായി ഗ്രാൻഡ്പ. നമ്മുടെ റോഡിലൂടെ യാത്ര ചെയ്ത് മടുത്തു. എന്റെ സൈക്കിളിന്റെ ഇടപാട് തീർന്നു. എന്റെ ഡേറ്റും സമയമൊക്കെ ഫിക്സ് ആയോ ഗ്രാൻഡ്പ? ഇല്ല മക്കളെ, അത് ഞാൻ പിന്നാലെ അറിയിക്കാം. ശരി ഗ്രാൻഡ്പ. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കൂടി ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കണേ. ഫെലിക്സും മറ്റുമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരല്ലേ, അവരോടും കൂടി ഒന്ന് സൂചിപ്പിച്ചേക്ക്. ഗ്രാൻഡ്പ, ഫെലിക്സ്. എന്താ, ഫെലിക്സ് ഇവിടെ ഇല്ലേ? അവൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആബ്സെന്റ് ആണ് ഗ്രാൻഡ്പ. ആരൊക്കെയായോ വഴക്കുണ്ടാക്കിയെന്നാണ് ഇവർ പറയുന്നത്. ഓ ജീസസ്, അതെന്തു പറ്റി അവന്? ഒരു ഐഡിയയും ഇല്ല ഗ്രാൻഡ്പ. അവന്റെ വീട്ടില് പോയെന്ന് തിരക്കിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അതൊന്ന് അന്വേഷിച്ചേക്കു മക്കളെ. അവനും നിങ്ങളുടെ സുഹൃത്തല്ലേ.
ശരി ഗ്രാൻഡ്പാ. എന്നാ മക്കളെ, ഗ്രാൻഡ് പേ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഗ്രാൻഡ് പാ. കുട്ടികൾ ഈ ഉഴപ്പും ബഹളമായി നടന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ സമാധാനം കിട്ടാനാണ്? ആരുടെ കാര്യ മോളെ നീ പറയുന്നേ? നമ്മുടെ ഫെലിക്സിന്റെ കാര്യമാ അമ്മച്ചി ഞാൻ പറഞ്ഞു വന്നത്. അവൻ എന്തു പറ്റി? നന്നായി പഠിച്ചു വന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ എന്തോ അവന്റെ കൂട്ടുകെട്ടും പെരുമാറ്റവും ഒക്കെ പ്രശ്നാണെന്നാ അവന്റെ അമ്മ തന്നെ പറയുന്നത്. മോള് അവന്റെ അമ്മയെ കണ്ടിരുന്നോ? പള്ളി വിട്ടു വരുന്ന വഴി ഞങ്ങൾ സംസാരിച്ചിരുന്നു അമ്മച്ചി. അവനിപ്പോ ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് തന്നെ. ആണോ? മറ്റു കുട്ടികളുമൊക്കെയായി എപ്പോഴും വഴക്കു കൂടുമായിരുന്നെന്നും അറിഞ്ഞു. കർത്താവേ, അവനിതെന്തു പറ്റി? ഏതായാലും അവൾക്കൊരു മനസമാധാനവും ഇല്ല. എല്ലാം കർത്താവ് നോക്കിക്കോളും മോളെ. അവനൊന്ന് പഴയ പോലെ ആയാ മതിയായിരുന്നു. എന്നാ നമുക്കും പിരിഞ്ഞാലോ? പോകാം റോമാക്സ്. ഫെലിക്സിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിൻസേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എങ്ങനെ? അതൊന്നും തീരുമാനിച്ചില്ല. ഏതായാലും ഞങ്ങൾ അവനെ ഒന്ന് പോയി കാണാം. എന്നാ പിന്നെ ഞാനും വരാം. രണ്ടുപേരും കൂടി പോകുന്നത് നന്നായിരിക്കും. ശരിയാ. എന്നാ നമുക്കിറങ്ങാം. മോനെ, ഒന്നിങ്ങു വന്നേ. എന്താ മമ്മി? നമ്മുടെ ഫെലിക്സിന് എന്തു പറ്റി? അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മമ്മി. ഞാനും കുറച്ചൊക്കെ അറിഞ്ഞു. അവൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്കൂളിലും വരുന്നില്ല മമ്മി. അവനിത് എന്തു പറ്റി പ്രിൻസേ? ഞങ്ങൾക്ക് ഇതേ പറ്റിയൊന്നും അറിയില്ല മമ്മി. പിന്നെ റോമക്സും മാധവും ഇന്നവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്താകുമോ എന്തോ. ആണോ? നല്ലത്. പിന്നെ ഈയിടെയായി അവന്റെ കൂട്ടുകെട്ടും അത്ര നല്ലതല്ലായിരുന്നു മമ്മി. ക്ലാസ്സിൽ വന്ന അവസാന ദിവസം ആരൊക്കെയായോ വഴക്കുണ്ടാക്കിയിരുന്നു. നല്ല കുട്ടികളുടെ കൂടെ കൂട്ടുകൂടണമെന്ന് മമ്മി ഇടയ്ക്കൊക്കെ പറയുന്നതിന്റെ കാര്യം ഇപ്പൊ മോന് മനസ്സിലായോ? ഹലോ ഹലോ അജയ, ഇത് ഞാനാ. എന്താ തോമസേ? അജയ, കഴിഞ്ഞ ദിവസം ഇവിടെ കുട്ടികൾ തമ്മിലൊരു വഴക്ക് നടന്നായിരുന്നു. ഞാനിത് കണ്ടപ്പോ പറയാൻ മറന്നു. കുട്ടികൾ തമ്മിലോ? അതെ, ഒന്ന് എൻ്റെ അയൽപക്കത്തെ കുട്ടിയാണ്. മറ്റേതോ? അത് നമ്മുടെ പ്രിൻസിന്റെ കൂട്ടുകാരൻ ഫെലിക്സ് ആണ്. ഫെലിക്സോ? അതെ അജയ, അവനെ പറ്റി ഇപ്പോൾ ഒട്ടനവധി പരാതികളായി. എന്റെ കർത്താവേ, ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി? ഗ്രാൻഡ്പ എന്നെ വിളിച്ചിരുന്നോ? വാ പ്രിൻസ് മോനെ, ഇവിടെ ഇരിക്കെ. എന്തു പറ്റി ഗ്രാൻഡ്പ? കുറച്ചു മുൻപ് തോമസ് വിളിച്ചിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ ഫെലിക്സിനെ പറ്റി നല്ലതല്ലാത്ത ഒരു കാര്യം പറഞ്ഞു. അവൻ പിന്നെയും പ്രശ്നമുണ്ടാക്കിയോ? കഴിഞ്ഞ ദിവസം തോമസിന്റെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയുമായി വലിയ വഴക്കായിരുന്നു അത്രേ. എന്റെ കർത്താവേ, ഇങ്ങനെ പോയാൽ എല്ലാവരും ഇവനെ ഒറ്റപ്പെടുത്തും. നല്ലൊരു ജീവിതം പോലും ഉണ്ടായെന്ന് വരില്ല.
ആദവും റോമക്സും അവനോട് സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ട് ഗ്രാൻഡ്പാ. ഫെലിക്സിനെ നിയന്ത്രിച്ചേ പറ്റൂ. കാരണം അവൻ ചെയ്യുന്ന തെറ്റുകളുടെ ആഴം അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസരത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയേക്കും. അതാരാണെന്നൊന്ന് നോക്കിക്കേ മോനെ. ശരി ഗ്രാൻഡ്പാ. ഹലോ പ്രിൻസേ, സ്റ്റെഫിയ. ആ, എന്താ സ്റ്റെഫി? ഒരു പ്രശ്നമുണ്ട്. എന്താ? എന്തു പറ്റി സ്റ്റെഫി? ആദത്തെയും റോമെക്സിനെയും ഫെലിക്സ് ഉപദ്രവിച്ചു. കർത്താവേ! രണ്ടുപേർക്കും നന്നായി മുറിവേറ്റു. എന്നിട്ട് അവരെവിടെ? കുറച്ചു മുമ്പ് ആദം വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ പോയ ശേഷം നേരെ ഗാർഡനിൽ വരാമെന്നാ പറഞ്ഞത്. ചിലപ്പോ വന്നു കാണും. എന്നാൽ ശരി സ്റ്റെഫി, ഞാൻ വേഗം ഗാർഡനിലേക്ക് വരാം. ശരി പ്രിൻസ്. ആരായിരുന്നു മോനെ ഫോണിൽ? ഗ്രാൻഡ്പാ, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. എന്തു പറ്റി മോനെ? സംസാരിക്കാൻ ചെന്ന ആദ്യത്തെയും റോമക്സിനെയും ഫെലിക്സ് ഉപദ്രവിച്ചു. അവരിപ്പോ എവിടെയുണ്ട് പ്രിൻസ് മോനെ? അവർ ഗാർഡനിൽ വന്നെന്നാണ് സ്റ്റെഫി പറഞ്ഞത്. അവർക്ക് മുറിവോ മറ്റോ പറ്റിയോ പ്രിൻസ് മോനെ? ഉണ്ട് ഗ്രാൻഡ്പാ. അവർ ഹോസ്പിറ്റലിൽ പോയ ശേഷമാണ് ഗാർഡനിൽ വരുന്നത്. ഇത് വലിയ പ്രശ്നമാകുമല്ലോ പ്രിൻസ് മോനെ. അതെ ഗ്രാൻഡ്പാ, ഇതിത്ര പ്രശ്നമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ പാഴായി പോകുന്നത് സമർത്ഥനായ ഒരു കുട്ടിയുടെ ഭാവിയായിരിക്കും. ഗ്രാൻഡ്പാ, ഞാനെന്നാൽ ഗാർഡനിലേക്ക് ചെല്ലട്ടെ? ശരി പ്രിൻസേ. പിന്നെ അവനോട് വൈരാഗ്യമുണ്ടാകുന്ന പോലത്തെ സംസാരമൊന്നും വരാതെ നോക്കണേ. ശരി ഗ്രാൻഡ്പാ. എന്റെ കർത്താവേ, ആ കുട്ടിക്ക് നന്മയുടെ നേരിന്റെ വഴി കാട്ടിക്കൊടുക്കണേ. അവന്റെ മോശമായ വശങ്ങളെല്ലാം അവിടുന്ന് മാറ്റിക്കൊടുക്കണേ. ദേ പ്രിൻസ് എത്തി. പ്രിൻസേ, ദേ ഇത് കണ്ടോ? ഞാനെല്ലാം അറിഞ്ഞു ആദം. അവരെന്റെ കയ്യിൽ കെട്ടട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ട ആദം. വേണ്ടെന്ന കാരണം അവൻ നമ്മളോട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ കാരണങ്ങളാൽ ഡിസ്റ്റർബ്ഡ് ആണെന്ന്. റോമക്സ് എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഇത് നമ്മളിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഇതിൽ മുതിർന്നവർ ഇടപെടേണ്ടിയിരിക്കുന്നു. ശരിയാ റോമെക്സ്. ഇന്നിനി ഇത്രയും സമയമായില്ലേ? നമുക്ക് നാളെ കാണാം. അവനെ എങ്ങനെയെങ്കിലും ഗ്രാൻഡ്പയുടെ അടുത്തെത്തിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. അതെ, ഇന്നിനി ഇത്രയും സമയമായില്ലേ? നമുക്ക് നാളെ കാണാം. ശരി, പിരിയാം. ഹലോ. ആ റോമക്സ്, ഇത് ഞാനാ. ഗുഡ് മോർണിംഗ് പ്രിൻസ്. വേദനയുണ്ടോ ഇപ്പോൾ? അതൊന്നും സാരമില്ല. ഫെലിക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും? ഞാനത് പറയാനാ റോമക്സെ വിളിച്ചത്. അവന്റെ അമ്മ മമ്മിയുടെ കൂട്ടുകാരിയാണ്. അങ്ങനെ ഗ്രാൻഡ്പ അവന്റെ അമ്മയുമായി സംസാരിച്ചു. ഏകദേശം 10 മണിയോടെ അവനെ പള്ളിയുടെ അടുത്ത് എത്തിക്കാമെന്ന് ധാരണയായിട്ടുണ്ട്. ആ, നന്നായി പ്രിൻസേ. എങ്കിൽ ശരി റോമക്സ്, നമുക്ക് കാണാം.
ഗുഡ് മോർണിംഗ് ഫെലിക്സേ. ഇതെന്താ മോനെ ഗുഡ് മോർണിംഗ് പറഞ്ഞാ തിരിച്ചു പറയാത്തത്? ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. ആ മിടുക്കൻ. മമ്മി? മമ്മി പള്ളിയിലോട്ട് കയറി. ശരി ശരി മോനെ, നിനക്കിതെന്തു പറ്റി? നിന്നെപ്പറ്റി ഓരോ ദിവസവും എത്രയെത്ര പരാതികളാണ് വരുന്നത്. അത് ഗ്രാൻഡ്പാ, ഞാൻ മോനെ, ദൈവനാമത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ ഇത്തരം നീചപ്രവർത്തികൾ നിർത്തി പഴയ പോലെ മിടുക്കനായി ജീവിക്കണം. എനിക്ക് എല്ലാവരോടും ദേഷ്യമാണ് ഗ്രാൻഡ്പാ. എനിക്ക് ആരെ അനുസരിക്കാൻ തോന്നുന്നില്ല. മോനെ, ക്രിസ്തുദേവൻ അധികാരപൂർവമായ ആജ്ഞാശക്തിക്ക് മുൻപിൽ തലകുനിച്ച് അങ്ങ് തീർച്ചയായും ദൈവപുത്രനാണ് എന്ന് ഉറക്കെ നിലവിളിച്ച സാത്താന്റെ പരാജയത്തെപ്പറ്റിയുള്ള സുവിശേഷ ഭാഗം നീ വായിച്ചിട്ടില്ലയോ? ഇതെന്ത് അധികാരത്തോടെയുള്ള പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. മോൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ഗ്രാൻഡ്പ പറഞ്ഞു തരാം. ശരി ഗ്രാൻഡ്പാ. നിങ്ങളും ശ്രദ്ധിക്കണേ. മംഗോളിയൻ വംശജരായ ഹൂണന്മാർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഹിരാതന്മാരായാണ് അവർ അറിയപ്പെടുന്നത്. നശീകരണമായിരുന്നു അവരുടെ മുഖമുദ്ര. യൂറോപ്പിനെ ഇത്രമേൽ കിടിലം കൊള്ളിച്ച ഒരു ജനത ഉണ്ടായിട്ടില്ല. ഹൂണന്മാരുടെ നേതാവായിരുന്നു ആറ്റില. അയാളുടെ കീഴിൽ അവർ മധ്യ യൂറോപ്പ് മുഴുവനും കൊള്ളയടിച്ചു. കണ്ണിൽ കണ്ടത് മുഴുവൻ നശിപ്പിച്ചു. മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്നുപോലെ വെട്ടിനുറുക്കി. രാജ്യത്ത് അരാജകത്വം നടമാടി. അവരുടെ സൈന്യം ഇറ്റലിയിലേക്കും ഇരച്ചു കയറി. ആറ്റിലയെ കണ്ടപ്പോൾ ഇറ്റലിക്കാരുടെ മനസ്സിൽ തീ ആളിക്കത്തി. പലരും കാട് കയറി ഓടി രക്ഷപ്പെട്ടു. ആ കാട്ടാള വ്യൂഹം റോമാ നഗരത്തോടടുത്തു. കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് റോമിന്റെ അധിപനായിരുന്നു ലിയോ ഒന്നാമൻ പാപ്പ. ഈ ഭീകര മുഹൂർത്തത്തിൽ വടിയും മുടിയും ധരിച്ച് ഇടയന്റെ ഔദ്യോഗിക വേഷത്തിൽ റോമാ നഗരത്തിന്റെ കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കാഴ്ച കണ്ട് ജനങ്ങൾ സ്തബ്ധരായി. എന്തായിരിക്കാം അനന്തര സംഭവം? ആ കിരാതന്മാർ മാർപ്പാപ്പയെ അടിച്ചു വീഴ്ത്തി റോമാ നഗരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കടന്നുപോവില്ലേ? ദൈവമേ, മാർപ്പാപ്പയ്ക്ക് ഒരാപത്തും വരുത്തല്ലേ. എല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. നഗരവാസികൾ ഈയാമ്പാറ്റകളെ പോലെ വിറയ്ക്കുകയാണ്. ലിയോ മാർപ്പാപ്പ മാത്രം അചഞ്ചലനായി അവിടെ നിലകൊണ്ടു. പത്രോസിന്റെ പിൻഗാമിയുടെ ശബ്ദമുണർന്നു. റോമാ നഗരം ആക്രമിക്കരുത്, തിരിച്ചു പോകണം. ആ ദൈവീക മനുഷ്യന്റെ ആജ്ഞാശക്തിക്ക് മുൻപിൽ കാട്ടാളനായ ആറ്റില തലകുനിച്ചു. അയാളും സൈന്യവും മടങ്ങിപ്പോയി. കണ്ടോ മോനെ, അത്രയും ദുഷ്ടനായ ആറ്റിലയെ അനുസരിപ്പിച്ച ദൈവീകതയുടെ പ്രഭാവം നീ ശ്രദ്ധിച്ചോ? ഇതേപോലെ മോനും നിന്റെ ദുഷ്ടപ്രവണതകളിൽ നിന്നും പിന്തിരിയണം. ഗ്രാൻഡ്പാ, ഞാൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത്? എന്നോട് ക്ഷമിക്കൂ. എനിക്കെല്ലാവരോടും മാപ്പ് ചോദിക്കണം എന്റെ കർത്താവേ. സമാധാനിക്കൂ ഫെലിക്സ്. ഗ്രാൻഡ്പാ, എനിക്ക് റോമെക്സിനെയും ആദത്തെയും കാണണം. സർവേശ്വരനായ കർത്താവ് നിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നീ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു.
അവിടുത്തോട് നന്ദി പറയൂ മകനെ.